ഹലോ, വെൽക്കം ബാക്ക്. കുറച്ച് ദിവസം മുമ്പ് ഒരു വ്യക്തി ഞാൻ കുട്ടികളെപ്പറ്റി അനാവശ്യം പറഞ്ഞു, കുട്ടികളെ പോലും വെറുതെ വിടാത്ത യക്ഷി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു തമ്മിലൊക്കെ കൊടുത്തിട്ട് കുറേ മാനിപ്പുലേഷൻ നടത്തി എന്നെ ആളുകളുടെ മുമ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആളുകളെല്ലാം കൂടി എന്നെ ശരിയാക്കട്ടെ. കാര്യം കുഞ്ഞുങ്ങളെപ്പറ്റി പറയുമ്പം എല്ലാവരും പ്രതികരിക്കുമല്ലോ. അത് ഒന്ന് രണ്ടെടുത്ത് വീഡിയോ കാണാത്തവർക്കൊന്ന് റിയാക്ട് ചെയ്തു. പക്ഷേ അവരോട് ഞാൻ തിരിച്ച് വിവരം പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലാക്കുകയും ചെയ്തു, അവരത് തിരുത്തുകയും ചെയ്തു. ഞാൻ ഒരിക്കലും ഒരു കുട്ടികളെ പറ്റിയിട്ടും ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ അതിൽ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നീ ഇങ്ങനെ നിന്റെ അമ്മയോട് ചെയ്യുന്നതിന് നിന്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് നീ അനുഭവിക്കും എന്ന് ഞാൻ പറഞ്ഞതാണ്. ആ ഒരു കാര്യത്തെയാണ് വളച്ചൊടിച്ച് മാനിപ്പുലേറ്റ് ചെയ്ത് എൻ്റെ വീഡിയോയ്ക്ക് താഴെ എവിടെയോ വന്ന ഒരു കമൻ്റ് എടുത്ത് വെച്ചിട്ട് ആ കമൻ്റാണ് കൊടുത്തേക്കുന്നത്. പക്ഷെ പറഞ്ഞേക്കുന്നത് എന്നെ പറ്റിയിട്ടാണ്. സോ അപ്പോൾ എല്ലാവരും ചിന്തിക്കുക ഞാനാണ് ഇത് പറഞ്ഞത്, കുഞ്ഞുങ്ങളെപ്പറ്റി മോശം പറഞ്ഞ് ഞാനാണെന്നാണ് പെട്ടെന്ന് എല്ലാവരും ചിന്തിക്കുക. എല്ലാവരും മുഴുവൻ വീഡിയോ ഒന്നും കാണാൻ നിൽക്കില്ലല്ലോ. കേട്ട പാതി കേൾക്കാത്ത പാതി എടുത്ത് വെച്ചിട്ട് വീഡിയോ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ എന്നെ ഒരു സൈബർ ബുള്ളിങ്ങിന് ഇട്ടുകൊടുത്ത ഒരു വ്യക്തിക്ക് ഇന്ന് അതിൻ്റെ ഫലം തിരിച്ചു കിട്ടിയിട്ടുണ്ട്. കർമ്മ എന്ന് പറയുന്നത് അധികം താമസിക്കാതെ അതിൻ്റെ റിസൾട്ട് കിട്ടുമെന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ തെളിവാണിത്. ഈ പറയുന്ന പ്രസ്തുത റാണി പി സദാശിവൻ എന്ന് പറയുന്ന ഞാൻ ഈ വീഡിയോ ചെയ്യില്ലായിരുന്നു, മേ ബി കഴിഞ്ഞ വീഡിയോ ഞാൻ ചെയ്യില്ലായിരുന്നു. ഈ റാണി പി സദാശിവം എന്ന് പറയുന്ന സ്ത്രീയെ പബ്ലിക്കിൽ കൊണ്ടുവന്നതിനോ അതിനൊക്കെ എനിക്ക് ഒരുപാട് ഇയാൾക്കെതിരെ നെഗറ്റീവ് കമൻ്റ് ഇട്ടതിനല്ല, അത് ഇവൻ അർഹിക്കുന്നത് തന്നെയാണ്. ഞാൻ എപ്പോഴും പറയും, ഈ 100 യൂട്യൂബേഴ്സ് ഉണ്ടെങ്കിൽ 99 ആളുകളെയും ഈ റാണി പി സദാശിവൻ എന്ന് പറയുന്ന സ്ത്രീ വൃത്തികേടുകൾ പറയുന്നു. ഞാനും കണ്ടിട്ടൊന്നുമില്ല. ഇപ്പോൾ ഓരോരുത്തർ കാണിക്കുമ്പോഴാണ് അവരുടെ ആ വേറെ വീഡിയോസിന് താഴെയുള്ള ഇത്തരം ബാഡ് വേർഡ്സ് ഉപയോഗിച്ചിട്ടുള്ള കമൻസ് ഞാൻ കാണുന്നത്. പറയുന്നു എന്ന് പറയാൻ തികച്ചും അനാവശ്യമാണ്. അവർ അതിനുള്ള ആക്ഷൻ എടുക്കേണ്ടതുമാണ്. അതിനുള്ള ശിക്ഷ എന്താണേലും ഇവർക്ക് കിട്ടേണ്ടതുമാണ്. പക്ഷേ ഈ പ്രസ്തുത കക്ഷി, പിടിക്കാനായിട്ട് പോയ ഈ കക്ഷി ഉണ്ടല്ലോ, ഇയാൾക്കെതിരെ ഈ റാണി പി സദാശിവം ഏത് വലിയ വേർഡ് ഉപയോഗിച്ചിട്ട് നെഗറ്റീവ് കമൻ്റ് ഇട്ടാലും അത് അധികമായി പോയി എന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഈ വ്യക്തി അതിനേക്കഴിഞ്ഞും എത്രയോ പടി തെറിവിളിയുടെ കാര്യത്തിൽ, ചീത്തവിളിയുടെ കാര്യത്തിൽ, മറ്റുള്ളവരെ അവഹേളിക്കുന്ന കാര്യത്തിൽ, ആക്ഷേപിക്കുന്ന കാര്യത്തിൽ ഈ റാണി പി സദാശിവത്തിനെ കഴിഞ്ഞും ഒരുപാട് പടി മുകളിൽ നിൽക്കുന്ന വ്യക്തിയാണ് ഈ പറയുന്ന റാണിയെ പൊക്കാനായിട്ട് ചെന്ന വ്യക്തി. ഇപ്പൊ ദീപ്തി ടീച്ചർ ആവട്ടെ, മറ്റുള്ള കുറേ വീഡിയോസിന്റെ പേര് പറഞ്ഞു, ഇവരൊക്കെ അവരവരുടെ കാര്യം നോക്കി ജീവിക്കുന്നവരാണ്. അതിന്റെ അടിയിൽ ചെന്നിട്ട് വെറുതെ ഇങ്ങനെ അനാവശ്യം പറയേണ്ട കാര്യം ഈ സ്ത്രീക്ക് ഒട്ടുമേ ഇല്ല. പക്ഷെ ഇവരുടെ കാര്യത്തിൽ പറഞ്ഞത് ഇവരുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ ഒട്ടും കൂടിപ്പോയി എന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ സെയിം തന്നെ ഇവന്റെ കൂടെ നിൽക്കുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, ആൻമേരി മുഴുപ്പേൽ എന്ന് പറഞ്ഞിട്ട്. ഈ റാണി പി സദാശിവം ഏത് വേർഡ്സൊക്കെയാണോ ഉപയോഗിക്കുന്നത് അതിനേക്കഴിഞ്ഞും ഒരുപടി മുകളിലുള്ള വേർഡ്സ് ഉപയോഗിച്ച് 3-4 വർഷം ഇവന്റെ സ്വന്തം സിസ്റ്ററെ ചീത്ത വിളിച്ചുകൊണ്ടിരുന്ന സ്ത്രീയാണ് ഈ ആൻമേരി മുഴുപ്പേൽ എന്ന് പറയുന്നത്. ഇവന്റെ ഒരു ചാനലിലല്ല, പലയിടത്തും ചെന്നിട്ട് ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന പല ചാനലുകളിലും പലയിടത്തും ചെന്നിട്ടും ഇവരെ വിളിക്കാത്ത തെറിയും ചീത്തയും ഒന്നുമില്ല. അത് എന്റർടൈൻ ചെയ്തുകൊണ്ടിരുന്നവനാണ് ഈ റാണി പി സദാശിവത്തെ തേടിപ്പോയ വ്യക്തി. ഞാൻ പറഞ്ഞില്ലേ, അതുപോലെ ഇവന്റെ വൈഫിനെ കുറ്റം പറഞ്ഞു, അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടല്ലേ ഇവ നടക്കുന്നത്. ഇവന്റെ സ്വന്തം പെങ്ങളെ പറയുമ്പോൾ ആ സ്ത്രീയെ അവിടെ നിലനിർത്തിക്കൊണ്ട് ആ കമന്റ് മുഴുവൻ എൻജോയ് ചെയ്തുകൊണ്ടിരുന്നവനാണ്, ലൈക്ക് കൊടുത്തുകൊണ്ടിരുന്നവനാണ്, അതിന് മറുപടി കൊടുത്തുകൊണ്ടിരുന്നവനാണ്. ഇവർ കേസിന്റെ വഴിയെ പോയി കഴിഞ്ഞപ്പോൾ അങ്ങനെയുള്ള കമന്റുകൾ റിമൂവ് ചെയ്യണം, നിങ്ങളുടെ ഇരു കക്ഷികളുടെയും ചാനലിൽ പാടില്ല എന്നുള്ള ഒരു നിബന്ധന പ്രകാരം മാത്രമാണ് അവർ അങ്ങനത്തെ കമന്റുകൾ പിന്നെ റിമൂവ് ചെയ്യാറുള്ളൂ. ഇന്നലെയും ഇവന്റെ വീഡിയോയ്ക്ക് താഴെ ഇവന്റെ കൂട്ടാളി വന്നിട്ടുണ്ട് ഒരു കമന്റ്. ഞാൻ ജസ്റ്റ് അത് ഇവിടെ കാണിക്കാവേ. ഇതാണ് റാണി പി സദാശിവത്തെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ ഇങ്ങനെയുള്ളവരാണെന്ന്. ഇത്തരം ലാംഗ്വേജ് ആണ് ഇവരുടെ മെയിൻ, ഇവരുപയോഗിക്കുന്ന മുഴുവൻ അതാണ്. ഇവന്റെ കൂടെയുള്ള മിക്കവാറും സ്ത്രീകൾ, ഇവന്റെ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുന്ന മിക്കവാറും ആളുകൾ ഉപയോഗിക്കുന്ന വാക്കുകൾ ഇത് തന്നെയാണ്. ഒന്നും അറിയാത്തവർ ചിലപ്പോൾ ഏതോ ഒരു യൂട്യൂബർ ഈ റാണി പി സദാശിവം എന്ന് പറയുന്ന എല്ലാവരുടെ വീഡിയോയ്ക്ക് താഴെയും പോയി നെഗറ്റീവ് കമന്റ് ഇടുന്നത് കൊണ്ട് ഏതോ ഒരു യൂട്യൂബർ പിടിച്ചു എന്ന് പറയുമ്പോൾ അത് നല്ല കാര്യം എന്ന് എല്ലാവരും പറയുള്ളൂ. അതിന് ഇവൻ എന്താണ്, ഇയാൾ എന്താണെന്ന് ഒട്ടുമിക്ക ആളുകൾക്കും അറിയില്ലല്ലോ. അതുകൊണ്ടാണ് റാണി പി സദാശിവത്തിന് ചെയ്ത പ്രവൃത്തിക്ക് തക്ക ശിക്ഷ കിട്ടണം. ഞാൻ ഈ 2 വീഡിയോ ചെയ്യില്ല എന്ന് പറയാൻ കാരണം, ഇതിൽ റാണി പി സദാശിവത്തിനെ തേടിപ്പോയപ്പോഴും ആ വീഡിയോ ഇട്ടപ്പോഴും ഇതെല്ലാം ചെയ്യുമ്പോഴും അവിടെയെല്ലാം മെൻഷൻ ചെയ്യപ്പെടുന്ന വേറൊരു പേര് എൻ്റെതാണ്. അതുകൊണ്ട് മാത്രമാണ് ഇതിനെതിരെ ഞാൻ വീണ്ടും റിയാക്ട് ചെയ്യുന്നത്. അപ്പോഴും റാണിയക്ക, മിനിയക്ക, സിന്ധുവക്ക. ഈ സിന്ധുവക്ക എന്ന് പറയുന്ന ആരാണെന്നറിയോ? ഇവന്റെ അമ്മയാണ്, സ്വന്തം അമ്മയാണ്. ഇവൻ ഈ സിന്ധുവക്ക എന്ന് പറഞ്ഞിട്ട് ഇവൻ കമന്റ് ഇടുന്നത്. ഇവന്റെ വീഡിയോയ്ക്ക് താഴെ സിന്ധുവക്കായ സമാധി ഇരുത്തണം, സിന്ധുവക്ക സമാധി എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ്സ് ഉണ്ട്. അതിനൊക്കെ ഇവൻ ലൈക്കും മറുപടിയൊക്കെ കൊടുക്കുന്നുണ്ട്. സ്വന്തം അമ്മയാണെന്ന് ഓർക്കണം പറയുന്നത്. അതിനൊന്നും ഇവന് യാതൊരു ബുദ്ധിമുട്ടും സ്വന്തം
അത് സ്ഥിരം വീഡിയോ ഞങ്ങൾ കുറേ പേര് എൻ്റെ വീഡിയോയ്ക്ക് താഴെ കമൻസ് ഇടുന്ന കുറേ പേരുണ്ട്. ഇത്രയും ആളുകളും എന്തുകൊണ്ട് തിരിഞ്ഞു എന്ന് ചോദിച്ചാൽ കുറേ വർഷമായിട്ട് ഞങ്ങൾ കണ്ട് മടുത്ത കാര്യമാണിത്. ഈ പറയുന്ന സിന്ധുവമ്മ എന്ന് പറയുന്ന വ്യക്തി ഇവൻ്റെ അമ്മയാണ്. ഒരുപാട് സഹിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. ഇപ്പോഴും അവരെ പബ്ലിക്കായിട്ടിട്ട് അപമാനിക്കാൻ തുടങ്ങിയിട്ട് ഒത്തിരി വർഷമായിട്ടുണ്ടായിരുന്നു ഇവനും കൂടെ. അപ്പോൾ ഒരു രക്ഷയില്ലാതെ ഞാനൊക്കെ കമൻറ്റ് ഇട്ടുകൊണ്ടിരുന്ന ആളാണ് അവൻ്റെ വീഡിയോയിൽ. എന്നെ ബ്ലോക്ക് ചെയ്ത പല ഐഡിയ എടുത്ത് കമൻറ്റ് ഇട്ടിട്ടും എന്നെ ബ്ലോക്ക് ചെയ്തതിന് ശേഷം സഖി കെട്ടിട്ടാണ് ഇങ്ങനെ ഒരു ചാനൽ എടുത്ത് ഞാൻ റിയാക്ട് ചെയ്തത്. അതിന് താഴെ ഇവൻ ബ്ലോക്ക് ചെയ്തവരൊക്കെ വന്ന് കമൻറ്റ് ഇടാൻ തുടങ്ങി. ഇതുപോലെ ചെയ്യരുത്, സ്വന്തം അമ്മയും പെങ്ങളും അല്ലെ വിട്ടുകളെ, ഇതുപോലെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ഒരുപാട് നല്ല ഭാഷയിൽ ഇവനോട് സംസാരിച്ചു. ഒന്നും ഇവൻ കേൾക്കില്ല. കാര്യം അവിടെ നിന്ന് ആളുകളെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എവിടെയും സംസാരിക്കില്ലല്ലോ, ഈ മാറ്റർ സംസാരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ പിന്നെ വീണ്ടും ഇവർ എപ്പിസോഡ് 1 എപ്പിസോഡ് 2 എന്ന് പറഞ്ഞിട്ട് പറയുന്നത് കേട്ടാ നിങ്ങൾക്ക്. ഇപ്പം അവൻ്റെ വീഡിയോയിൽ പോയി നോക്കിയാൽ ലേറ്റസ്റ്റ് ആയിട്ടിട്ട ഒരു പ്രവീൺ പ്രണവ് ഇഷ്യൂ നടന്നപ്പോൾ ഒരു വീഡിയോ അതുണ്ടെന്ന് തോന്നുന്നു. അല്ലാതെ ഇവരെ കുറ്റം പറയുന്ന അധികം വീഡിയോ ഒന്നും കാണാൻ പറ്റത്തില്ല. ഒക്കെ പുള്ളി പ്രൈവറ്റ് ആക്കി വെച്ചേക്കാണ്. കാര്യം എല്ലാവർക്കും ഇതറിയാം. ഇവൻ പറഞ്ഞ ഈ കഥകൾ കേട്ടിട്ട് ഇവൻ്റെ സിസ്റ്ററെ അങ്ങനെയാണ് മനുഷ്യൻ വരുത്തി തീർത്ത് വെച്ചിരുന്നത്. അപ്പം ഞങ്ങൾക്ക് കുറേ പേർക്ക് തോന്നിയൊരു കാര്യമാണ്, ഈ അമ്മയ്ക്ക് തന്നെയാണെങ്കിലും ഒരു പേഴ്സണൽ സപ്പോർട്ടിനെ കഴിഞ്ഞും ഉപരി പബ്ലിക് സപ്പോർട്ടാണ് ആവശ്യം. ഇപ്പോൾ നമ്മളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ എൻ്റെ അവസ്ഥ തന്നെയാണെങ്കിൽ എൻ്റെ കുഞ്ഞാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ പറയില്ലേ, മേ ബി ഞാൻ അടുത്ത ദിവസം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ പബ്ലിക്കായിട്ട് നാണം കെടുത്തിയാൽ ഒരു മനുഷ്യന് ഉറപ്പായിട്ടും വേണ്ടത് പബ്ലിക് സപ്പോർട്ട് തന്നെയാണ്. ആ പബ്ലിക്കിൽ തന്നെ ആളുകൾ ഉണ്ടാവണം ഇവരെ സപ്പോർട്ട് ചെയ്യാൻ. അല്ലാതെ പേഴ്സണലായിട്ട് പോയിട്ട് പോട്ടെ സാരയില്ല എന്നൊക്കെ പറയുമ്പോഴും പബ്ലിക്കിൽ സപ്പോർട്ട് ഇല്ലാതെ വരുമ്പോഴത്തേനും ഇവരുടെ മനസ്സ് ഏതൊക്കെ തലങ്ങളിലേക്ക് പോകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഇവർ അറ്റാക്ക് ചെയ്യപ്പെടുമ്പോഴാണ് ഞങ്ങൾ ഒരു കൂട്ടം മനുഷ്യരെ അവരെ ചേർത്ത് പിടിച്ചത്. അന്നും ഇന്നും ആ കൂട്ടായ്മയിൽ നിന്ന് ഒരാൾ പോലും കൂടുവല്ലാതെ കുറഞ്ഞിട്ടില്ല. ഇവൻ്റെ അടുത്ത ആളുകൾ ഇങ്ങോട്ട് വരുമല്ലാതെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരാളും പോയിട്ടില്ല. അത് ഞങ്ങൾ മനുഷ്യരായതുകൊണ്ടാണ്. അന്ന് ഇപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ചിലരെങ്കിലും പറയും, എന്തിനാണ് ഇത്രയധികം വീഡിയോ ചെയ്യുന്നത് അവനെതിരെ? നിങ്ങളൊക്കെ ജസ്റ്റ് റിയാക്ഷൻ വീഡിയോ മാത്രം ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ. ഏതെങ്കിലും കിട്ടുന്ന കണ്ടന്റ് എടുത്തിട്ട് അപ്പം കാണുന്നത് കണ്ടന്റ് ആക്കി ക്രിയേറ്റ് ചെയ്ത് അങ്ങ് വീഡിയോ ചെയ്യുന്നു, അങ്ങ് പോകുന്നു. പക്ഷെ ഞങ്ങൾ അങ്ങനെ തുടങ്ങിയൊരു സംഭവമല്ല. ഇവരെ ചേർത്ത് പിടിക്കുക എന്നുള്ള രീതിയിൽ തന്നെ തുടങ്ങിയൊരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ അന്നും ഇന്നും ഇവർക്ക് ഏത് നിമിഷം ഇവനെ ഇവളും കൂടെ അറ്റാക്ക് അഴിച്ചു വിട്ടാലും ഞങ്ങൾ ഒരുമയോടെ തന്നെ കൂടെ ഉണ്ടാവും. ഇനി മുന്നോട്ടും അങ്ങനെ തന്നെ ഉണ്ടാവും. കാരണം പബ്ലിക് സപ്പോർട്ട് കൊടുക്കേണ്ട സമയത്ത് പബ്ലിക് സപ്പോർട്ട് നമ്മൾ കൊടുക്കുക തന്നെ വേണം. പിന്നെ ഇവൻ്റെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ഇടുന്ന ഇവൻ്റെ ഒരു അമ്മച്ചിയുണ്ട്, മിനി ജോയ് എന്ന് പറഞ്ഞാൽ. ഇവൻ്റെ അമ്മ എന്നാണ് വിളിക്കുന്നത്. ആ സ്ത്രീ വേറൊരു ചാനലിൽ പോയി കമൻറ്റ് ഇടുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. മിനിയമ്മച്ചിയും കൂട്ടാളികളുമാണ് ഈ റാണി പി സദാശിവത്തെ വളർത്തുന്നത്. എൻ്റെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ഇടുന്നതാണ്. അപ്പം യെസ് ഡിയർ, ഓക്കെ ഡിയർ എന്നൊക്കെ ഞാൻ പറയും, അങ്ങനെ പ്രോത്സാഹനം കൊടുക്കും എന്നൊക്കെ പറഞ്ഞു. ഈ റാണി പി സദാശിവം എന്നെ ഒരിക്കലും ബാഡ് വേർഡ്സ് ഉപയോഗിച്ചിട്ടില്ല, എന്നോട് ഒരിക്കലും ചീത്ത പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ ചെയ്യുന്ന വിഷയങ്ങളെ സംബന്ധിച്ചിട്ടാണേലും ബാഡ് വേർഡ്സ് ഉപയോഗിച്ച് കമൻറ്റ് ഇട്ടാലും ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഒരാൾ പോലും, റാണി പി സദാശിവം എന്നല്ല, ഒരാൾ പോലും അങ്ങനത്തെ കമൻറ്റ്സ് ഇടാൻ പാടില്ല എന്ന് ഞാനും എൻ്റെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ഇടുന്ന ആളുകളും എപ്പോഴും പറയാറുണ്ട്. ഒരു വാക്കെങ്കിലും ബാഡ് വേർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കമൻറ്റ് ഞാൻ അപ്പം തന്നെ ഡിലീറ്റ് ചെയ്യാറുണ്ട്. ചിലതൊക്കെ കിടക്കുന്നത് ഞാൻ കാണാതെയാണ്. ഇന്നലെ റാണിയിട്ട കമൻറ്റും അവനെടുത്ത് വെച്ച് വായിക്കുന്നത് കണ്ടല്ലോ. സത്യത്തിൽ ഇപ്പം പോലും എനിക്കത് കാണാൻ പറ്റുന്നില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടോ? എനിക്കറിയില്ല. ഞാൻ ആ കമൻറ്റ് കണ്ടിട്ടേയില്ല. ഇട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെ എടുത്ത് വായിക്കില്ലല്ലോ. പക്ഷെ ചില കമൻറ്റ്സ് എനിക്ക് കിട്ടുന്നില്ല, എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ആ കമൻറ്റ് കണ്ടിരുന്നെങ്കിൽ ഞാൻ അതിന് മറുപടിയും കൊടുത്തേനെ, ലൈക്കും കൊടുത്തേനെ. അതിൽ ബാഡ് വേർഡ് ഒന്നുമില്ല. അവർക്കുണ്ടായ അനുഭവമാണ് അവരിട്ടേക്കുന്നത്. അവർ നല്ല കമൻറ്റ് ഇട്ടാൽ ഇപ്പം എൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്നിട്ട് നല്ല കമൻറ്റ് ഇട്ടാൽ ഞാൻ ലൈക്കും കൊടുക്കും, സപ്പോർട്ടും കൊടുക്കും. അതെൻ്റെ ഇഷ്ടമാണ്. ഒരു പറ്റം ആളുകൾ ചേർന്ന് അവരെ ആക്രമിക്കുന്നു എന്ന് കരുതി എൻ്റെ വീഡിയോയ്ക്ക് താഴെ നല്ലൊരു കമൻറ്റ് ഇട്ടാൽ ഞാൻ അവരെ അംഗീകരിക്കാതെ പോവില്ല. അപ്പോൾ ഇത്രയും ഈ റാണി പി സദാശിവത്തെ ഞാനാണ് വളർത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ദിവസമായി തുടങ്ങി. ഞാനാണ് അതിപ്പോൾ കുറേ നാളായി എൻ്റെ വീഡിയോയ്ക്ക് താഴെ ഇവൻ്റെ വീഡിയോയ്ക്ക് താഴെ ഓരോരുത്തർ കമൻറ്റ് ഇടുന്നത് പോലെ, എസ്പെഷ്യലി ഈ അൻമേരി മുഴുപ്പൽ എന്ന് പറയുന്ന സ്ത്രീ കമൻറ്റ് ഇടുന്നത് പോലെ എൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്ന് കമൻറ്റ് ഇടുന്ന ഒരു വ്യക്തി മാത്രമാണ് റാണി പി സദാശിവം. എൻ്റെ എന്നല്ല, ഒട്ടുമിക്ക ആളുകളുടെയും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ഇടുന്ന ഒരു വ്യക്തി മാത്രമാണ്. അതിന് നല്ല കമൻറ്റ് ഇടുന്നതിന് നല്ല റിപ്ലൈ കൊടുക്കുന്നു എന്നുള്ള ഒരു കാരണം കൊണ്ട് ഈ ഗ്യാപ്പിൽ ഒരു ഗോൾ അടിക്കാം എന്നുള്ള രീതിയിൽ എന്നെ സൈബർ അറ്റാക്കിന് ഇട്ട് കൊടുക്കാം എന്നുള്ള ഒരു ധാരണയിൽ ഇവനങ്ങ് ഇറങ്ങി തിരിച്ചേക്കാണ്. എൻ്റെ പേര് അതുപോലെ മെൻഷൻ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ വീണ്ടും വീഡിയോ ആയിട്ട് വരുന്നത്. അതേപോലെ എൻ്റെ ഫോട്ടോസ്, എൻ്റെ ഫേസ്ബുക്കിലും അവിടെ ഇവിടെയൊക്കെ കിടക്കുന്ന ഫോട്ടോസ് എടുത്ത്
എടുത്തിട്ട് കൊണ്ടുവന്നിട്ട് ഇവൻ നല്ലതുപോലെ പ്രദർശിപ്പിക്കുന്നുണ്ട്. എനിക്ക് ഒരു പ്രശ്നമില്ല. കാര്യം എന്താണെന്നറിയോ, ടീച്ചറെ പിച്ചി മാന്തി നുള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നിനും ഒരു ബഹളമായിട്ട് ഒരു നിയമപരമായിട്ട് ഇറങ്ങുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. അത് നീ തന്നെ നിന്റെ തലയിലേക്ക് തന്നെ തീ കോരിയിടുന്നതാണ്. നീ സ്വയം ചെയ്യുന്ന പ്രവൃത്തിയാണ്. ഇത് എവിടെയാണോ കൊടുക്കേണ്ടത്, എന്താണോ നിനക്കെതിരെ ചെയ്യേണ്ടത്, അത് നീ എനിക്കെതിരെ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടെന്ന് പറയില്ലേ, ആ സംഭവം വരുമ്പോൾ ഞാൻ അവിടെ പ്രസൻറ്റ് ചെയ്തോളാം. എല്ലാം എനിക്ക് പറയേണ്ടതെല്ലാം ഞാൻ അവിടെ പറഞ്ഞോളാം. നീ എന്തൊക്കെയാണ് എന്നെ ബോഡി ഷെയ്മിങ്ങിനെ പറ്റി വാചാലനാകുന്ന ഇയാൾ, ചീത്ത പറയുന്നതിനെ പറ്റി വാചാലനാകുന്ന ഇയാൾ, എൻ്റെ ഫോട്ടോസ് ഇങ്ങനെ എടുത്തുകൊണ്ടുവന്ന് ഇട്ട് കൊടുക്കുന്നത് എന്നെ ബോഡി ഷെയ്മിങ് ചെയ്യാനാണ്. പല രീതിയിൽ ഇവൻ്റെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ഇടുന്ന ഒട്ടുമിക്കതും ഈ ഞരമ്പ് രോഗികളെന്ന് പറയുന്ന ആ ടൈപ്പുള്ളതാണ്. ഒരു എന്തുവാ സദാശിവൻ പിള്ളയോ ഒരു സജീവ് പിള്ളയൊക്കെ ഉണ്ട്. ഒക്കെ ഏത് പെണ്ണുങ്ങളുടെ ഫോട്ടോ കണ്ടാലും ഇത് വൾഗറായിട്ട് സംസാരിക്കുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ കുറേ ലേഡീസും അങ്ങനെ തന്നെ ഒരു സ്ത്രീയുടെ ശരീരം കണ്ടാലും അതിനെ ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ പാർട്ട് എടുത്തിട്ട് അവിടെ അങ്ങനെ ഇവിടെ ഇങ്ങനെ അങ്ങനെ സംസാരിക്കണം എന്നുണ്ടെങ്കിലും അങ്ങനെ സംസാരിക്കുന്ന ആളാണ്. എസ്പെഷ്യലി ഇവനും അങ്ങനെയാണ്. കാര്യം ഇവൻ്റെ ആ കോഴി കണ്ണും കൊണ്ടാണല്ലോ ഇവൻ ആ ഫോട്ടോസ് എൻ്റെ ഫോട്ടോസ് കൊണ്ടുവന്നെടുത്തിട്ട് അങ്ങനെ പ്രദർശിപ്പിക്കാൻ നോക്കുന്നത്. ആ ഫോട്ടോയെ ഒരു നല്ല രീതിയിലാണ് ഇവൻ കാണുന്നതെങ്കിൽ ഒരിക്കലും ഇങ്ങനെ വന്ന് എന്നെ ക്രിറ്റിസൈസ് ചെയ്യുന്നിടത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് ഇവൻ പ്രദർശിപ്പിക്കില്ല. സോ ഇവൻ കാണുന്നതും ഇവൻ അസല് കാട്ടുകോഴി ആയതുകൊണ്ടാണ് ഇവൻ ഇങ്ങനെ ചെയ്യുന്നത്. അത് നീ ചെയ്തോ, അത് നിനക്ക് തന്നെ കുഴിക്കുന്ന കുഴിയാണ്. പിന്നെ നടിയാണ് ഒരു സിനിമയെ പോലും കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഇവൻ പറയുന്നുണ്ട്. എടോ ഞാൻ എവിടെയാണോ ഞാൻ നടിയാണെന്ന് പറഞ്ഞേക്കുന്നത്? എവിടെയെങ്കിലും ഞാൻ നടിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാചാലയാകുന്ന നീ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ ആനന്ദം പരമാനന്ദം കണ്ടിട്ട് 2-3 പേര് എൻ്റെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ഇടുന്നവർ തന്നെ വന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. മിനിയെ ഞാൻ അതിൽ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ അതിനെപ്പറ്റി ഓക്കെ അത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഞാനൊരു നടിയല്ല. എനിക്ക് ആ ടാലൻറ്റ്, ഒരു നടി എന്ന് പറയണമെങ്കിൽ അത്യാവശ്യം നല്ല ടാലൻറ്റ് ഉണ്ടാവണം, ഒരു നല്ലൊരു ആക്ട്രസ് ആവണം. പിന്നെ LLBക്കാരാ എപ്പോഴും പറയുമ്പോൾ ദിയ എന്ന ആക്ട്രസ് എന്നാണ് താങ്കൾ പറയുന്നത്. അതെന്താ ആക്ട്രസ് എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ആക്ടർ, ആക്ട്രസ്. ആക്ട്രസിൻ്റെ പ്ലൂറൽ ഫോമാണ് ആക്ട്രസസ് എന്ന് പറയുന്നത് കേട്ടോ. എപ്പോഴും അങ്ങനെയാണ് പറയുന്നത്. സിംഗുലറും പ്ലൂറലും തമ്മിൽ ഒന്ന് തിരിച്ചറിയാനായിട്ടെങ്കിലും ആദ്യം LLBക്കാരനൊന്ന് ശ്രമിക്കുക. പല ആവർത്തി ഇത് ആവർത്തിച്ചതുകൊണ്ട് ഞാൻ പറയുകയാണ്. പിന്നെ അത് തന്നെയല്ല, ഒരു കമൻറ്റും വന്നങ്ങനെ ഇവനിങ്ങനെ ആക്ട്രസസ് എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. ഞാനൊരു സിംഗിൾ പേഴ്സണെയാണ് നിങ്ങൾ അഭിസംബോധന ചെയ്യുന്നത്. അപ്പോൾ ഉപയോഗിക്കേണ്ട ഫോം ആക്ട്രസ് എന്നാണ്, ആക്ട്രസസ് എന്നല്ല കേട്ടോ. പിന്നെ ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല എനിക്കങ്ങനെ ഫെയിം ആകാനാണെങ്കിൽ ഞാൻ ഫെയിം ഇഷ്ടപ്പെട്ട് അങ്ങനെ നടക്കുന്ന ഒരു വ്യക്തിയുമല്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, സിനിമാ മേഖല എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഡേഞ്ചർ ആയിട്ടുള്ള മേഖല തന്നെയാണ്. അത് അന്നും ഇന്നും എന്നും ഞാൻ പറയും. അത് ലൈഫ് ലോങ് നീ സിനിമയിൽ പോകും, എന്നാൽ നിനക്ക് ഫെയിം ആകാം എന്നൊക്കെ നീ ഇരുന്ന് പറഞ്ഞ് എനിക്ക് താല്പര്യമില്ലാഞ്ഞിട്ട് തന്നെയാണ്. പിന്നെ ഈ ചെയ്ത സിനിമ എന്നൊക്കെ പറഞ്ഞാൽ അത് ആ ഡയറക്ടറുമായിട്ട് ഷാബ് സാറുമായിട്ടുള്ള ഒരു ബന്ധത്തിൻ്റെ പുറത്ത് പുള്ളി നേരിട്ട് അറിയാവുന്നത് കൊണ്ടാണ്. സാറ് നേരിട്ട് വിളിക്കുമ്പം ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് ചെയ്യാൻ പറ്റും, അത് കുഴപ്പമില്ല, പുള്ളിയല്ലേ സാറിലെ ഡയറക്റ്റ് ചെയ്യുന്നത്, ഓക്കെയാണ്, വന്ന് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് പോകാൻ സൗകര്യവും വീട്ടിലെ അനുവാദവും ഒക്കെ കിട്ടുന്ന സ്ഥലങ്ങളിൽ മാത്രമാണ് ഞാൻ അങ്ങനെ പോകാറുള്ളൂ. അല്ലാതെ ഒരു ത്രൂ ഔട്ട് ക്യാരക്ടറൊന്നും എടുത്ത് ചെയ്യാനുള്ള ടാലൻ്റ് ഒന്നും എനിക്കില്ല. അങ്ങനെ ചെയ്യാനാണെങ്കിൽ ഈ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ മാസം ഒരു 1 മന്ത് ഫുള്ള് ചെയ്യാനുള്ള ഒരു വേഷം എനിക്ക് വന്നതാണ്. എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞിട്ട് തന്നെ ചെയ്യാതിരുന്നാൽ ഞാൻ അങ്ങോട്ട് ഒരു റോളും തേടിപ്പോകാറില്ല. ഇങ്ങോട്ട് വരുന്ന ഇതേപോലെയുള്ള ഇപ്പോൾ ഷാവിസാറായിക്കോട്ടെ, ബോയ്ചേട്ടനായിക്കോട്ടെ, അങ്ങനെ കുറച്ച് ആളുകളുണ്ട്, നല്ലവരായ ജെനുവിനായിട്ട് നിൽക്കുന്ന കുറച്ച് ആളുകൾ. അവർ വിളിക്കുന്ന വേഷങ്ങളിൽ ചെറുതാണെങ്കിൽ, എനിക്ക് വലിയ വേഷം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അതിനോട് ശ്രദ്ധിച്ചിട്ടില്ല. ഇങ്ങനെ വിളിച്ചാലും ഞാൻ പോയി ചെയ്യും എന്നുള്ളത് സത്യമാണ്. ഞാൻ നടിയാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ലടോ. ഇനി എൻ്റെ മുഖം താൻ എവിടെയും കണ്ടിട്ടില്ലെന്ന് പറയാൻ ഞാൻ വലിയ സിനിമാ നടിയാണെന്ന് ഞാൻ പറഞ്ഞാലല്ലേ തനിക്ക് അങ്ങനെ പറയേണ്ട കാര്യമുള്ളൂ. എന്നാലും ഇനി വേറെ ചിലതിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ തനിക്ക് കാണാം കേട്ടോ, അങ്ങനെ കാണാൻ പറ്റും. ഇനിയും ചിലപ്പം ബൈചാടൻ ചെയ്യുന്ന അടുത്ത മൂവിയിൽ ചിലപ്പോൾ ഞാൻ ഉണ്ടാവും. അതെനിക്ക് ഓക്കെയാണ്, നമുക്ക് പോയി ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചിലപ്പോൾ ഞാൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മൾ സേഫ് ആണെന്നുള്ള സ്റ്റിൽ അങ്ങ് സ്ഥിരമായിട്ട് നിലനിൽക്കണമെങ്കിൽ നീ പറയുന്നത് പോലെ രണ്ടും കെട്ട് തുനിഞ്ഞിറങ്ങാൻ നടക്കും. എനിക്കതിൻ്റെ യാതൊരു ആവശ്യമില്ല. എന്നിട്ട് എനിക്ക് ഫെയിം ഉണ്ടാക്കാന്നുള്ള ഒരു സംഭവത്തിന്, ഒരു കാര്യത്തിന് വേണ്ടിയിട്ടല്ല ഞാനിവിടെ വന്നേക്കുന്നത്. എനിക്ക് അത്ര ശക്തമായിട്ട് പ്രതികരിക്കണം എന്ന് തോന്നിയ ഒരു വിഷയത്തിന് വേണ്ടിയിട്ട് തന്നെയാണല്ലോ നിന്റെ ഫെയിം ഉണ്ടാക്കാൻ കണ്ട 2 സാധനങ്ങൾ. ഞാൻ നിൻ്റെയൊക്കെ വിഷയമെടുത്ത് സംസാരിച്ചതിൽ എനിക്ക് ആകെ കൂടെ കിട്ടിയൊരു സമ്മാനം എന്താണെന്ന് അറിയുമോ? ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത്രയധികം തെറികൾ കേട്ടു. മലയാള ഭാഷയിൽ എത്രയധികം തെറികളുണ്ടെന്ന് എനിക്ക് ആൻമേരി മുഴുപ്പൽ കാണിച്ചു തന്നു. നിൻ്റെ വീഡിയോയ്ക്ക് താഴെ എങ്ങനെ ബോഡി ഷെയ്മിങ് ചെയ്യാം എന്നുള്ളത് എനിക്ക് എല്ലാവരും പഠിപ്പിച്ചു തന്നു. എങ്ങനെ സ്ട്രോങ് ആകാമെന്ന് ആദ്യം ഫസ്റ്റൊക്കെ ആൻമേരി മുഴുപ്പലിൻ്റെ കമൻറ്റ് കാണുമ്പോൾ എൻ്റെ ശരീരം തളർന്ന് ഞാനിരുന്ന് പോയിട്ടുണ്ട്. പക്ഷെ നാവൊക്കെ അനങ്ങാതിരുന്ന് പോയിട്ടുണ്ട്, പ്രതികരിക്കാൻ ശേഷിയില്ലാതെ, മിണ്ടാനാവാതെ. അതായത് ഞാൻ കമൻറ്റ് ഇട്ടുകൊണ്ടിരുന്ന സമയത്ത്.
പിന്നെ അതങ്ങ് ശീലമായിപ്പോയി. എന്നെ അങ്ങ് ഒരുക്കി വാർത്തെടുത്തു അവർ. എത്ര തെറി കേട്ടാലും ഇതിങ്ങനെ ചില സ്ത്രീകൾ ഇങ്ങനെയാണ് എന്ന് എനിക്ക് മനസ്സിലായി. അത് മനസ്സിലാക്കി തന്നത് അവരാണ് മേരി മുഴുപ്പൽ. അങ്ങനെ ഒരുത്തിയെ പോറ്റി വളർത്തിക്കൊണ്ടിരുന്നവനാണ് അത് സ്വന്തം പെങ്ങളെ പറയുന്നത്, ഇവൻ്റെ സ്വന്തം സിസ്റ്ററെ പറയുന്ന തെറികളായിരുന്നു അതെല്ലാം. പിന്നെ ഞങ്ങൾ ഇതിനെ എതിർത്ത് നിൽക്കുന്നവരെയും വിളിക്കും ഏത് രീതിയിൽ. ഇവളങ്ങനെയാണ്, ഇവൾ അവിടെ നിന്ന് ചാടി ഇവിടെ വന്നതാണ്, അവൻ്റെ കൂടെ ഇവൻ്റെ കൂടെ വന്നതാണ്, ആ വേലി ചാടി ഈ വേലി ചാടി, ഇങ്ങനെ ഇത്തരം ഇത്തികെട്ട വാക്കുകൾ മാത്രമാണ് ആ സ്ത്രീക്ക് പറയാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതങ്ങനെ അത് ഒരുപാട് ഇന്നലെ നട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഇവനങ്ങോട്ട് വല്ലാണ്ട് വാചലന. നീ കുറേ നോക്കിയതല്ലേ, നിന്റെ വൈഫ് കുറേ നോക്കിയതല്ലേ, പിന്നെ നിന്റെ വീട്ടിൽ നീ ഒരുത്തിയോ കൊണ്ടുവന്നായിരുന്നല്ലോ, ചേച്ചി നടിയാണേ എന്നൊക്കെ പറഞ്ഞിട്ട് നീ ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു, ചേച്ചി നടിയാണേ എന്നും പറഞ്ഞ്. എൻ്റെ ഫേസ് എവിടെയും കണ്ടിട്ടില്ല എന്ന് പറയുന്നത് നീ തന്നെ. ഷാഫ് സാറിൻ്റെ മൂവിയിൽ ഞാൻ ഉണ്ടായിരുന്നു എന്ന് നീ പറയുന്നു. ഈ ചേച്ചി നടിയാണേന്ന് നീ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ സ്ത്രീയുടെ ഏതെങ്കിലും ഒരു ഫേസ് നീ ഏതെങ്കിലും മൂവിയിലൊന്ന് പറയാവോ? ഒന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടെ. നീ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. ഞാൻ എവിടെയും ഞാൻ നടിയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. എന്നിട്ട് പോലും നീ കണ്ടുപിടിച്ചു എൻ്റെ ഫേസ് അല്ലേ? അതും നീ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞു. ഒന്നുമല്ല, ഞാൻ ഷാഫി സാറ് മരണപ്പെട്ടപ്പോൾ ഞാൻ ആ കാര്യം പറഞ്ഞപ്പോൾ അതിൻ്റെ വാലെ തൂങ്ങി നീ പോയതാണ്. പിന്നെ ഞാൻ ഷാഫി സാറിൻ്റെ പിക്ക് ഇട്ടില്ല, ആദരാഞ്ജലികൾ ഇട്ടില്ല കമ്മ്യൂണിറ്റി പോസ്റ്റിൽ എന്നൊക്കെ പറഞ്ഞു. എന്തോ നീ പറഞ്ഞു. എനിക്ക് പറ്റില്ല അത്. അതുകൊണ്ടാണ് ചില മനുഷ്യരുണ്ട്, നമ്മൾ അത്രമേൽ നമ്മുടെ മനസ്സിൽ നല്ലതാണ്, നമുക്ക് ഇഷ്ടമുള്ള വ്യക്തികളുണ്ടല്ലോ, അവർ ഷാഫി സാറൊന്നും മരണപ്പെട്ടെന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യം ഡെയിലി വരുന്ന ഒരു വാട്സപ്പ് മെസ്സേജ്, ഒരു ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ എന്തെങ്കിലും വിഷസ് ഒക്കെ അത് പെട്ടെന്ന് നഷ്ടപ്പെടുന്ന ഒരു ദിവസം, നമ്മുടെ അത്രയ്ക്ക് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ ആ ഒരു മെസ്സേജൊക്കെ ഇല്ലാതെ വരുന്ന ആ ഒരു ദിവസമൊക്കെ ഉണ്ടല്ലോ, അത് ഭയങ്കര നമുക്ക് ഷോക്കായിരിക്കും. അതുകൊണ്ട് തന്നെ സാറിൻ്റെ ഒരു പിക്ക് ഇട്ടിട്ട് ആദരാഞ്ജലികൾ എന്നെഴുതാനുള്ള ഒരു ശേഷിയൊന്നും എനിക്കില്ല. അങ്ങനെ ആ പിക്ക് കാണാനുള്ള ഒരു മനസ്സും എനിക്കില്ല. കാര്യം ഇവരൊക്കെ അങ്ങനെയാണ്, ചില ആളുകൾ അങ്ങനെയാണ്. അവരുടെ ആ വ്യക്തിത്വവും അവരുടെ ആ സ്വഭാവ രീതികളും ഒക്കെ ഉണ്ടല്ലോ, നമ്മളെ വല്ലാണ്ടങ്ങ് എത്രയോ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ആളുകൾ മരിച്ചു പോയെന്ന് ചിന്തിക്കാൻ പോലും എനിക്കും കഴിയില്ല. അപ്പോൾ സ്റ്റിൽ എൻ്റെ കയ്യിലുള്ള ഫോട്ടോസൊക്കെ അവിടെ തന്നെ കിടന്നോട്ടെ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഷാഫി സാറിൻ്റെ ചിരിക്കുന്ന ആ ഫേസ് അതങ്ങനെ കിടന്നോട്ടെ. അതിൻ്റെ കൂടെ ഒരു ആദരാഞ്ജലി ഒന്നും കാണാൻ എനിക്ക് മെൻ്റൽ കപ്പാസിറ്റി കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് ഇടാത്തത്. പിന്നെ അപ്പോൾ അതങ്ങനെ. അപ്പം ഞാൻ ഈ പറഞ്ഞ ചലഞ്ച് ഒന്ന് നോക്കണേ. നീ ആക്ട്രസ് ആണ് എന്ന് പറഞ്ഞിട്ട്, ആക്ട്രസ് ആണ് ചേച്ചി സിനിമാ നടിയാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ ഒരു വ്യക്തി ഉണ്ടല്ലോ, ആ വ്യക്തിയുടെ ഫേസ് നീ ഏതെങ്കിലും എവിടെയെങ്കിലും ഒന്ന് കാണിച്ചു തരണേ. ഒന്നും പറയാതെ ഏതെങ്കിലും വഴി ഞാൻ എൻ്റെ പ്രൊഫഷൻ, പിന്നെ നീ എന്തൊക്കെയോ റിസർച്ച് നടത്തി കണ്ടുപിടുത്തം നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന് പറയുന്നുണ്ട്. അതിനിടയ്ക്ക് ഡാഗിനി പറയുന്നുണ്ട് കേട്ടോ, എന്താ ഇവൾ ഒറ്റയ്ക്കാണ്, നീ ഒറ്റയ്ക്കാണെന്ന് എനിക്കറിയാം, അങ്ങനെ പെട്ടെന്ന് പറഞ്ഞ് വിഴുകിയെന്ന് എനിക്ക് തോന്നുന്നു. അതുണ്ട്. പിന്നെ എന്താ, എനിക്കൊരു മോനുണ്ട്, അതിന് നിൻ്റെ പ്രായമുണ്ട്. കിളവൻ കേശു, നാണമില്ലേടോ തനിക്ക്? നാണമില്ലേ നിനക്കിങ്ങനെ വാ തുറക്കാനായിട്ട്? നീ ആരാ, ഇള്ളാക്കുഞ്ഞാണെന്നാണോ നിൻ്റെ വിചാരം? നിനക്ക് 5 വയസ്സേ പ്രായമുള്ളൂ എന്നാണോ വിചാരം? അല്ലെങ്കിൽ നിനക്ക് 12 വയസ്സേ പ്രായമുള്ളൂ എന്നാണോ നിനക്ക് വിചാരം? എൻ്റെ മോന് നിൻ്റെ പ്രായമുണ്ട് എന്ന് പറയാൻ. അപ്പോൾ എനിക്ക് ഒരു മോനാണ്. ഈ ഫേക്ക് ന്യൂസൊക്കെ നിനക്ക് ആരാടോ തന്നത്? നീ പറഞ്ഞ ഒരു കാര്യത്തിൽ പോലും ഒരു സത്യമില്ലല്ലോ, ഒരു ക്ലാരിറ്റി ഇല്ലല്ലോ. പിന്നെ ഞാൻ ചെയ്ത മൂവീസിൻ്റെ ഒക്കെ സെറ്റിൽ പോയി, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സെറ്റിലെ പ്രൊഡക്ഷൻ ബോയ്സിനോടോ ഒക്കെ ചോദിച്ചു, ഞാൻ ചെയ്ത സെറ്റൊക്കെ പൊളിച്ചടിക്കട്ടെ, ഞാൻ സിനിമ ചെയ്ത സെറ്റൊക്കെ ഇപ്പോഴും സ്റ്റിൽ അവിടെ നിലനിൽക്കുകയാണോ? ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടും ഇപ്പോഴും അങ്ങനെ ആ സെറ്റിലെ ആളുകളും ഒക്കെ അവിടെ നിലനിൽക്കുകയാണോ? അല്ലെങ്കിൽ തന്നെ പ്രൊഡക്ഷനിലെ ആളുകളുടെ കയ്യിലോ അല്ലെങ്കിൽ വേറെ ഒരാളുകളുടെ കയ്യിലും എൻ്റെ നമ്പർ ഉണ്ടാവില്ല. എൻ്റെ നമ്പർ ഉണ്ടാവണമെങ്കിൽ തന്നെ എന്നെ നേരിട്ട് വിളിക്കുന്നതാണ്. ഷാഫി സാർ ഇപ്പോൾ ഇല്ല, ഷാഫി സാറിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ മറ്റേ ബൈചാറിൻ്റെ കയ്യിൽ, അങ്ങനെയുള്ള അതിൽ മെയിനായിട്ടുള്ള ആളുകളുടെ കയ്യിൽ മാത്രമേ എൻ്റെ നമ്പർ ഉണ്ടാവുള്ളൂ. അവർ പറഞ്ഞിട്ടുമുണ്ട് വേറെ ആർക്കും കൊടുക്കണ്ടെന്ന്. ഞാൻ കൊടുത്തിട്ടുമില്ല ഒരാൾക്കും എൻ്റെ നമ്പർ. നീ പിന്നെ അവിടെ പോയി തപ്പാതെ നീ ഇവരെയൊക്കെ വേണേൽ വിളിച്ച് ചോദിക്കുക, അവരുടെ കയ്യിലുണ്ട്. അവരുടെ കയ്യിൽ ഞാൻ ചെയ്ത മൂവിയിലെ മെയിൻ ആയിട്ടുള്ള പ്രൊഡക്ഷനിൽ പോയിട്ട് ഏതെങ്കിലും ബോയ്സിൻ്റെ കയ്യിൽ ചോദിച്ചാൽ കിട്ടാൻ ഒരു സാധ്യതയില്ല. അങ്ങനെ എന്നെ ഇങ്ങനെയൊക്കെ ഇവൻ വൃത്തികെട്ട രീതിയിൽ ചിത്രീകരിക്കാവോ? ആ രീതിയിലൊക്കെ പിന്നെ വേറെ രീതിയാണ്, വേറെ സംഭവമാണ് എന്നൊക്കെ പറഞ്ഞ് എന്നെ മാനിപ്പുലേറ്റ് ചെയ്ത് വേറെ ഏതൊക്കെയോ ആക്കി തീർക്കാനായിട്ട് നല്ലതുപോലെ കുട്ടൂസനും ഡാഗിനെയും കൂടി ഇരുന്ന് നല്ലതുപോലെ ശ്രമിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെയൊക്കെ മറുപടി ഞാൻ നിനക്ക് തരില്ല. നീ തന്നെ നിനക്കെതിരെ ഉണ്ടാക്കി വെക്കുന്ന ഓരോ തെളിവുകളാണിത്. ഡാഗിനി പറഞ്ഞതും നീ ഒറ്റയ്ക്കാണ്, നിനക്ക് അങ്ങനെ എന്തോ ഒരു സംഭവം എന്നോട് പറഞ്ഞു, അതൊക്കെ തെളിയിക്കേണ്ടി വരും. നീയൊക്കെ തന്നെ തെളിയിക്കേണ്ടി വരും. ഇതൊക്കെ അവിടെ നിൽക്കട്ടെ.
പിന്നെ മെയിനായിട്ട് ഞാനിതിൽ പറയാൻ വന്ന കാര്യം എന്താണ്, ആ കുട്ടിയുടെ കാര്യം തന്നെയാണ്. കുഞ്ഞുങ്ങളെ ഞാൻ ചീത്ത പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്ത അവൻ ഈ കുഞ്ഞിൻ്റെ ഈ റാണിയെ കടയിൽ പോയിട്ട് പൊക്കുവോ പൊതുജനത്തെ കാണിക്കുവോ എന്ത് വേണേലും ചെയ്തോട്ടെ. എന്നിട്ട് ചില ആളുകൾ പറയുന്നത്, ഈ മിനി ജോയൊക്കെ പറയുന്നുണ്ട്, കുഞ്ഞിൻ്റെ ഇത് തെളിവിന് വേണ്ടിയിട്ട്, ആ തെളിവും കൂടെ ഇല്ലെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നെന്ന്. ശരി, തെളിവിന് വേണ്ടിയിട്ടാണെങ്കിൽ അവനത് പബ്ലിക് ആക്കാതെ അവിടെ വെക്കണമായിരുന്നു. ആ വീഡിയോ പബ്ലിക് ആക്കാതെ അവൻ്റെ കയ്യിൽ സേഫായിട്ട് വെക്കായിരുന്നു. ഇന്നലെ എന്നിട്ട് രണ്ടും കൂടെ ഇരുന്ന് പറയുകയാണെ, പബ്ലിക് ആക്കിയത് കൊണ്ടല്ലേ ആ കൊച്ചു സേഫ് അല്ലെന്ന് പറഞ്ഞത്, ഇനി സേഫ്റ്റി കൊടുക്കത്തില്ലേ എന്ന്. എന്തൊക്കെ പൊട്ടത്തര വിളിച്ചു പറയുന്നത്. അതുപോലെ പറഞ്ഞാൽ 9:30 ആകും ആ സ്ത്രീ അമ്മ വരാനെന്നാണ് പറഞ്ഞത്. ഈ 9:30 വരെ സേഫാണ്, നീ 9:30 ആകും വരാനെന്നുള്ള കാര്യവും ആ കുട്ടി അവിടെ ഒറ്റയ്ക്കാണെന്നുള്ള കാര്യവും ആ ഏരിയ അങ്ങനെയാണെന്നുള്ള കാര്യവും എല്ലാം ഈ പൊതുസമൂഹത്തെ അറിയിച്ചത് നീ മാത്രമാണ് ഇതെല്ലാം വിളിച്ചു പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഉത്തരവാദി നീ മാത്രമാണ്. കുഞ്ഞുങ്ങളെപ്പറ്റി വാചാലനാകുന്ന നിനക്ക്, അതൊരു കുഞ്ഞാണ്, ആ കുഞ്ഞിന് മാനസിക പ്രശ്നം ഉണ്ടാകും, മാനസിക ബുദ്ധിമുട്ടുണ്ടാകും. അതിനെ ബുദ്ധിമുട്ടിക്കരുത്, അതിനെ റിവീൽ ചെയ്യരുത്. അതിൻ്റെ പേര്, സ്കൂള്, സ്ഥലം ഒക്കെ ചോദിച്ച് എല്ലാം പബ്ലിക്കാക്കിയിട്ട് അതിനോട് ചോദിക്കുക. സ്കൂളിൽ കുട്ടികളൊക്കെ ചോദിക്കുമോ? ആ കുഞ്ഞിനോട് ഭയങ്കര അനുകമ്പയുള്ളവനാണ്. ആ കുഞ്ഞിൻ്റെ സർവ്വത്ര ഡീറ്റെയിൽസും വെളിപ്പെടുത്തിയിട്ട് ഇങ്ങനെ ഒരു ചോദ്യവും കൂടെ. എന്നിട്ട് ഈ കുഞ്ഞിൻ്റെ സംസാരമൊക്കെ ഉൾപ്പെടുന്ന ആ വീഡിയോ എടുത്തിട്ട് പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് ഇതേപോലെ പൊട്ടത്തരം തന്നെ വീണ്ടും റിപ്പീറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല കേട്ടോ. അവർ ചെയ്ത് ഇൻകം ടാക്സ് റെയ്ഡ് നടത്തുന്നത് പോലെയാണ് അങ്ങോട്ട് കയറി ചെയ്തിട്ട്. ഞാൻ ഇന്നലെ ഡാനിയുടെ വീഡിയോ കണ്ടപ്പോഴാണ് കേട്ടോ ഞാനത് നന്നായിട്ട് കണ്ടത്. ഞാൻ അന്ന് ആ വീഡിയോ കാണാനുള്ള, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഓക്കെ അല്ലായിരുന്നു അത്ര, അതുകൊണ്ട് തന്നെ വീഡിയോ അങ്ങനെ നന്നായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ ഡാനിയുടെ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എത്ര ഇതായിട്ടാണ് ഈ സ്ത്രീ അങ്ങോട്ട് കയറി ചെന്നിട്ട്. ആദ്യം ലോങ്ങിന്നല്ലേ കാണിക്കുന്നത്, അതിൻ്റെ ഉള്ളിൽ നടക്കുന്നത് എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. വീട്ടിലേക്ക് കയറി ചെന്നിട്ട് ആ ചാർട്ട്, ആ ഒരു രജിസ്റ്ററൊക്കെ മേടിച്ചിട്ട് ഞാൻ പറയില്ലേ റെയ്ഡ് നടത്തുന്നത് പോലെ അതിൽ പലതും മറിച്ച് നോക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. എന്തൊരു അവകാശമാണ് മറ്റൊരാളുടെ വീട്ടിൽ കയറി ചെന്നിട്ട് ഇങ്ങനെ അക്രമം കാണിക്കാനായിട്ട്. അതിൽ റാണി അവരുടെ എന്ത് തന്നെ എടുത്തുകൊണ്ട് പോയിന്ന് പറഞ്ഞാലും അതിന് മറുപടി നീയൊക്കെ കൊടുക്കുക തന്നെ ചെയ്യണം. എന്ത് അവിടെ നിന്ന് പോയിന്ന് പറഞ്ഞാലും അതിന് ആൻസർ കൊടുക്കാനായിട്ട് ബാധ്യസ്ഥനാണ്. ആരുടെ വീട്ടിലും ഒരുത്തനും അങ്ങനെ ഇടിച്ചു കയറാനുള്ള യാതൊരുവിധ അവകാശമില്ല. അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിയമം വെച്ചേക്കുന്നത്, ഇവിടെ നിയമം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഒരു LLB കാരനാണെന്ന് പറയുന്നുണ്ട്, LLB പഠിച്ചുകൊണ്ടിരിക്കുകയെന്നൊക്കെ പറയുന്നുണ്ട്. ആർക്കറിയാം ഇതൊക്കെ വെറും ഫേക്കാണെന്ന്? അല്ലെങ്കിൽ സാമാന്യ ബോധമുള്ളവർക്ക് അറിയുന്ന കാര്യമല്ലേ ഇതൊക്കെ. അത് അത്രയും ചെയ്തു വെച്ചിട്ട് വീണ്ടും മിനി എവിടെ നോക്കിയാലും മിനി. ദിയ സെബാസ്റ്റ്യനാണ്, മിനിയാണ്. അതാണ് നിനക്ക് പ്രശ്നം, എൻ്റെ ഫോട്ടോസാണ് നിനക്ക് പ്രശ്നം. ഒക്കെ പ്രശ്നമാണല്ലേ. ഇനിയും നീ റിസർച്ച് ചെയ്യും, പലയിടത്തുനിന്നും കിട്ടും. കുറേ ഇങ്ങനെ ഞാൻ പോലും മറന്നു കടന്നിരുന്ന, എൻ്റെ കയ്യിൽ നിന്ന് പോലും നഷ്ടപ്പെട്ടു പോയിരുന്ന കുറേ ഫോട്ടോസ് ഇനിയുമുണ്ട്. ഒക്കെ എടുത്ത് നീ പോസ്റ്റ് ചെയ്യുക. അത്രയ്ക്ക് കാട്ടുകോഴിയാണല്ലോ നീ, അതുകൊണ്ടാണല്ലോ നീ ഇങ്ങനത്തെ പരിപാടികൾ ചെയ്യുന്നത്. അപ്പോൾ കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് പറയുന്നത് പോലെ തന്നെ സ്വന്തം മക്കൾക്ക്, നിന്റെ മക്കൾക്കേ വിലയുള്ളൂ, നിന്റെ വൈഫിനെ വിലയുള്ളൂ. വേറെ ലോകത്തുള്ള മക്കൾക്ക്, കുഞ്ഞുങ്ങൾക്കൊന്നും നിനക്ക് വിലയില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. ആ കുഞ്ഞിനെ വേണ്ടത്ര അപമാനിച്ചു, ആക്ഷേപിച്ചു, അതിൻ്റെ അമ്മയുടെ പേര് വിളിച്ചു പറഞ്ഞു അമ്മ ഇങ്ങനെയൊക്കെയാണെന്ന് പറയും. എന്നിട്ട് ഇന്നലത്തെ വീഡിയോയിലും അപമാനിച്ചേക്കുന്നു. ഇനി ആ റാണിക്കെതിരെ നീ സംസാരിക്കുന്ന ഓരോ വാക്കുകളും ആ കുട്ടിയെ അപമാനിക്കുന്നത് തന്നെയാണ്. കാര്യം ആ കുട്ടിയുടെ സ്കൂളിലെ കുട്ടികളായിക്കോട്ടെ, അതിനെ അറിയുന്ന ആളുകളായിക്കോട്ടെ, ആ വീഡിയോ കാണാൻ സാധ്യതയുള്ളതാണ്. അതിൽ റാണി വൃത്തികെട്ട സ്ത്രീയാണ്, അവിടെ പലരും കയറിച്ചെല്ലാം വൃത്തികെട്ട സ്ത്രീ ആയതുകൊണ്ട് 3 4 കെട്ടി. നിന്റെ ഭാര്യയ്ക്ക് എന്തിൻ്റെ അസുഖമാണ്? ഇവളെവിടെയോ പോയി ഒരുത്തനെ ചാക്കിട്ട് പിടിച്ച് അങ്ങനെ ആത്മഹത്യ ചെയ്യൂന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തിയിട്ട് ഒരുത്തനെ കൊണ്ടുവന്നപ്പോൾ കെട്ടിപ്പൂട്ടിയിട്ട് അവിടെ വളർത്തുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ലോകത്തുള്ള സ്ത്രീകൾ മുഴുവൻ കെട്ടിപ്പൂട്ടി. ഇപ്പോൾ ഒരു ഹസ്ബൻഡിനെ കിട്ടാനൊന്നും അവർക്ക് ഹസ്ബൻഡ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ആർക്ക് ഹസ്ബൻഡ് ഇല്ലെങ്കിലും ഒരു ഹസ്ബൻഡിനെ കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു പാടുള്ള പണിയല്ല. ആർക്കും കിട്ടും ഭർത്താക്കന്മാരെ. അത് ഒരുത്തനെ ഇങ്ങനെ പിടിച്ചു കെട്ടി വലയിലാക്കി വെച്ചിട്ട് വലിയ ലോകത്തുള്ള സ്ത്രീകൾ മുഴുവൻ വൃത്തികെട്ടവളുമാരാണ് എന്ന് പറയുന്നതിൽ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മറ്റുള്ളവർ അങ്ങനെ പറയുന്നു എന്ന് പറയുന്നു, പക്ഷെ അവൾ പറയുന്നതിന് ഒരു കുഴപ്പമില്ലല്ലേ. 2 കെട്ടി 3 കെട്ടി 4 കെട്ടി, അത് കെട്ടി ഇത് കെട്ടി, കെട്ടിയോനില്ല ഇതാന്ന് പറഞ്ഞാൽ അവൾ വന്നിരുന്ന് പറയുന്നതിന് യാതൊരു കുറ്റവുമില്ല. അതും തെളിയിക്കപ്പെടാത്ത കാര്യത്തിന്, ഒരു സത്യവുമില്ലാത്ത കാര്യങ്ങളെ പറ്റിയിട്ട്, ഒരു ലോജിക്കലി ക്ലിയർ അല്ലാത്ത, ഒട്ടുമേ ക്ലിയർ അല്ലാത്ത കാര്യങ്ങളെ പറ്റിയിട്ട്. അപ്പോൾ നീ കണ്ടിന്യൂ ചെയ്യും, നീ സെർച്ച് ചെയ്ത് നോക്കി, നീയും കിട്ടുമെങ്കിൽ അടുത്തതിൻ്റെ തമ്മിലും ഇടാൻ പറ്റുമെങ്കിൽ ഇട്. അതിനനുസരിച്ച് എന്തായാലും ആളുകൾ എൻ്റെ ചാനലിലേക്ക് വരുന്നുണ്ട്. അതെനിക്ക് അത്രയ്ക്ക് നന്നായി. നീ എന്ത് ചെയ്താലും, ഞാൻ ഇറങ്ങിയേക്കുന്ന ഒരു നല്ല കാര്യത്തിനായതുകൊണ്ട് തന്നെ നീ എന്ത് ചെയ്താലും എന്നെ അത് നെഗറ്റീവായിട്ട് ബാധിക്കില്ല. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. സാധാരണ ഒരാൾ പോയി ഒരു വീട്ടിൽ കയറുന്ന പോലെയല്ല ഇവനും പോയാൽ. നിലവിൽ
ഇവനും ഇവളും ഒരു വെട്ടുകേസിലെ പ്രതിയാണ് രണ്ടുപേരും. സ്വന്തം വീട്ടിൽ അതിക്രമിച്ച് കയറി അവിടുത്തെ സ്വന്തം അച്ഛനെ വെട്ടിയ കേസിലെ പ്രതിയാണ് ഇവൻ. അതുപോലെ തന്നെ അവർ സ്റ്റേ ഓർഡർ എടുത്തിട്ടേക്കാണ് ഇവൻ അങ്ങോട്ട് ചെല്ലാതിരിക്കാൻ. അത്രയധികം കേസുകൾ നിലനിൽക്കുന്ന, അത്രയധികം ക്രിമിനൽ മൈൻഡുള്ള സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ് ഇവൻ. അങ്ങനെ ഒരു വ്യക്തിയാണെന്ന് ഓർക്കണം വേറൊരു കുട്ടി മാത്രമുള്ള ഒരു വീട്ടിലേക്ക് ഇങ്ങനെ അതിക്രമിച്ച് കയറിയത്. അതുകൊണ്ട് തന്നെ അയ്യോ പാവം എന്ന് പറയുന്നതൊക്കെ അവിടെ കയ്യിലിരിക്കുകയുള്ളൂ. അത് പരസ്യമായിട്ട് വെല്ലുവിളിച്ചിട്ടാണ് പോകുന്നത്. ഞാൻ ഇവിടെ പോകുന്നു, അവിടെ കയറാൻ പോകുന്നു. നിയമം ഇവൻ്റെ കയ്യിലല്ലേ ഇരിക്കുന്നത്. നിയമം ഇവന് കയ്യിലെടുത്ത് വെച്ചേക്കാം ഇവനുകളും കൂടെ. അപ്പം ഇന്നലത്തെ നിൻ്റെ വീഡിയോയ്ക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ. എൻ്റെ മനസ്സിൽ തോന്നിയത്, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ, ഓർത്ത് കിട്ടിയ കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. ബാക്കി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. ഓക്കെ.